വല്ലാഹിറുൻ കലൗ ഇന്നഹാർ, പകൽ വെളിച്ചം പോലെ നമുക്ക് വ്യക്തമാണ്. വല്ലാഹിറുൻ കലൗ ഇന്നഹാർ, പകൽ വെളിച്ചം പോലെ നമുക്ക് വ്യക്തമാണ്. അന്നഹു, നിശ്ചയമായും കാര്യം, ലാ യൂജദ് തോവിലത്തൻ ബിലാ നജ്ജാർ, ലാ യൂജദ് തോവിലത്തൻ ബിലാ നജ്ജാർ, ആശാരിയില്ലാതെ ഒരു മേശയും ഉണ്ടാക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ ആശാരിയില്ലാതെ ഒരു മേശയും എത്തിക്കപ്പെടുകയില്ല. വ മഖ്ലൂഖുൻ ദൂന ഖാലിഖിൻ, സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടിയും സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതില്ല, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയും ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവുകയില്ല. വ മഖ്ലൂഖുൻ, ഒരു സൃഷ്ടിയും ദൂന ഖാലിഖ്, സൃഷ്ടാവില്ലാതെ സൃഷ്ടാവിനെ കൂടാതെ ഉണ്ടാവുകയില്ല. ഫ ഖൗലുൽ മുൽഹിദ്, മുൽഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? നിരീശ്വരവാദി. നിരീശ്വരവാദിയുടെ വാക്കെന്താണ്? ലാ ഖാലിഖ വ കുല്ലു ശൈഇൻ യതഖവ്വനു തബഇയ്യ, ലാ ഖാലിഖ, സൃഷ്ടാവില്ല, വ കുല്ലു ശൈഇൻ യതഖവ്വനു തബഇയ്യ, എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത് തബഇയ്യായിട്ടാണ്. എന്താ തബഇ എന്ന് പറഞ്ഞാൽ? പ്രകൃതിപരമായിട്ടാണ് ഉണ്ടാകുന്നത്. പ്രകൃതി അത് സാധാരണ ഉണ്ടാവുകയാണ്, അല്ലാതെ ഒരാളും ഉണ്ടാക്കാനില്ല, ഒരാളും സൃഷ്ടാവില്ല എന്നാണ് മുൽഹിദീങ്ങൾ അഥവാ നിരീശ്വരവാദികൾ പറയുന്നത്. അവ ബാത്തിലുൻ, എന്താണ്? പൊള്ളയാണ്, ബാത്തിലാണ്, ഇല്ലാത്തതാണ്, തെറ്റാണ്, ശരിയല്ല പറയുന്നത്. ലാ ഖാലിഖ വ കുല്ലു ശൈഇൻ യതകവ്വനു തബഇയ്യ ബാത്തിലുൻ, മുൽഹിദിന്റെ ലാ ഖാലിഖ വ കുല്ലു ശൈഇൻ യതകവ്വനു തബഇയ്യ എന്ന് പറയുന്നത് ബാത്തിലുൻ, പൊള്ളയായതാണ്, ബാത്തിലായ കാര്യമാണ്. ഫലാ ബുദ്ധ ആഹുന, ഇവിടെ അനിവാര്യമാണ്, മിൻ ഖാലിഖ്, ഒരു സൃഷ്ടാവ് ഇവിടെ അനിവാര്യമാണ്. എങ്ങനത്തെ സൃഷ്ടാവാണ്? ഖലഖാദൽ ആലമ, ഈ ഭൂമിയെ അവൻ സൃഷ്ടിച്ചു. അൽ ബദീഅ, അതുല്യമായ ഈ ഭൂമിയെ അവൻ സൃഷ്ടിച്ചു. സുമ്മ ദബ്ബറു അലാ ഹാദൻ നിളാമിൽ മുഅജ്ജിബി, പിന്നീട് അതിനെ വളരെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഈ സംവിധാനത്തിലൂടെ അതിനെ മാറ്റിയെടുത്തു. സുമ്മ ദബ്ബറു അലാ ഹാദൻ നിളാമിൽ മുഅജ്ജിബി, വളരെ വിസ്മയിപ്പിക്കുന്ന, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിലൂടെ അതിനെ മാറ്റിയെടുത്തു. മൻ ഹാദൽ ഖാലിഖു, ആരാണ് ഈ സൃഷ്ടാവ്? അൽ ജവാബു ഷാഫിൽ കാഫി വല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതിന് മതിയായ തൃപ്തികരമായിട്ടുള്ള ഉത്തരം അല്ലാഹു ആണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്നതാണ്. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു പങ്കുകാരില്ല, ഒരു പങ്കാളിയുമില്ല. വഹുവ വാഹിദുൻ, അവൻ ഏകനാണ്. ഫി ദാത്തിഹി, അവൻ്റെ ദാത്തിലും, വസിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളിലും. അപ്പോൾ അവൻ്റെ ദാത്തിലും അവൻ്റെ സിഫാത്തിലും അവൻ ഏകനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ വിശേഷണങ്ങൾ ഉള്ള ഒരാളും ലോകത്തില്ല, അവൻ്റെ ആ ദാത്ത് എന്താണോ അതുള്ള ഒരാളുമില്ല. വഫ് ആലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ ഏകനാണ്. അല്ലാഹു ഖാലിഖുന, അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. വഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചവനാണ്. വഹുവ ഖദീമുൻ, അവൻ ആദ്യമേ ഉണ്ടായവനാണ്. അതാ നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് സൃഷ്ടാവ് ഇവിടെ ഉണ്ട്. വാജിബുൽ വുജൂദ്, ഉണ്ടാവൽ അനിവാര്യമായവനാണ്, വാജിബായ വ്യക്തിയാണ്, വാജിബായവനാണ്. ലൈസ കമിസ്ലി ഷൈഉൻ, അവനെപ്പോലെ മറ്റൊന്നുമില്ല. ഹുവസ്സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവൻ. സമീഉ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. വൽ മഖ്ലൂഖാത്തു തദുല്ലു അലൽ ഖാലിഖി, ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും തദുല്ലു അലൽ ഖാലിഖി, ഈ സൃഷ്ടാവിൻ്റെ മേൽ അറിയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തദുല്ലു അലൽ ഖാലിഖി, സൃഷ്ടാവിനെ അറിയിക്കുന്ന കാര്യങ്ങൾ അഥവാ സൃഷ്ടാവിലേക്കുള്ള ഒരു വഴി കാട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും. വൽ ആസാറു തദുല്ലു അലൽ മുഅസ്സിരി, അടയാളങ്ങൾ അടയാളപ്പെടുത്തിയവനിലേക്ക് സൂചിപ്പിക്കുന്നു. വഖദ് ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുണ്ട്, തഫക്കറു ഫി ഖൽഖില്ലാ, അള്ളാഹു സൃഷ്ടിച്ചതിൽ നിങ്ങൾ ചിന്തിക്കൂ. വലാ തഫക്കറു ഫി ദാത്തില്ലാ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ
ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ ദാത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഇവിടെയുള്ള സൃഷ്ടികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ആരിലേക്കെത്തും? അള്ളാഹുവിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ക്വസ്റ്റ്യനും അതിൻ്റെ അർത്ഥങ്ങളുമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. മിഫ്താഉൽ ഉലൂമി മാഹുവ, വിജ്ഞാനത്തിൻ്റെ താക്കോൽ എന്ത്? ഉത്തരം അൽ ഫിക്ർ, ചിന്ത. ബിമ യക്കൂനുൽ ഇൻസാൻ, മനുഷ്യനാകുന്നത് എന്തുകൊണ്ട്? ബിൽ ഫിക്ർ, ചിന്ത കൊണ്ട്. നുഫക്കിർ ഔവലൻ അമ്മ, ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ആദ്യമായി ചിന്തിക്കേണ്ടത്? അൻ അംഫുസിന, നമ്മുടെ ശരീരത്തെക്കുറിച്ച്. മാതാ യക്കൂലുൽ മുൽഹിദി, എന്താണ് മുൽഹിദ്? നിരീശ്വരവാദി എന്താണ് പറയുന്നത്? ദൈവനിഷേധിയുടെ വാക്ക് എന്താണ്? ലാ ഖാലിഖ വകുല്ലു ശൈഇൻ യതകവ്വനു തബഇയ്യ, സൃഷ്ടാവില്ല, എല്ലാ വസ്തുവും പ്രകൃതിപരമായി ഉണ്ടായതാണ്. നുകമ്മിൽ, പൂർത്തിയാക്കാം. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സന വൽ മഖ്ലൂഖാത്തു തദുല്ലു ഡാഷ് അലൽ ഖാലിഖ് വൽ ആസാറു തദുല്ലു ഡാഷ് അൽ മുഅസ്സിർ. നക്തുബുൽ മാന, തഫക്കുർ ചിന്തിക്കൽ, ബദീഉ അതുല്യം, മുൽഹിദ് ദൈവനിഷേധി അല്ലെങ്കിൽ നിരീശ്വരവാദി എന്നും പറയും, നിലാം സംവിധാനം.